നമസ്കാരം. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെ ഇറാന് പ്രത്യക്ഷ പിന്തുണയുമായി റഷ്യയും രംഗത്തിറങ്ങിയതോടെ മേഖല ആഗോള യുദ്ധഭീതിയിലായി. ചരിത്രത്തിലാദ്യമായി ഇറാനിയൻ ലക്ഷ്യസ്ഥാനങ്ങൾക്കു നേരെ അമേരിക്ക കരയിലും കടലിലും ഒരേ സമയം സൂയിസൈഡ് ഡ്രോണുകൾ പ്രയോഗിച്ചതോടെയാണ് സംഘർഷം പുതിയ തലത്തിൽ എത്തിയത്. ഇതിന് മറുപടിയായി കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ വൻ പ്രത്യാക്രമണം അഴിച്ചുവിട്ടു. പശ്ചിമേഷ്യ യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നതിനിടെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി റഷ്യ തങ്ങളുടെ അത്യാധുനിക ഡൂംസ്ഡേ വിമാനം ടെഹ്റാനിലേക്ക് അയച്ചത് ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതുവരെ ഇറാന് പരോക്ഷ പിന്തുണ മാത്രം നൽകിയിരുന്ന റഷ്യയുടെ ഈ പുതിയ നീക്കം യുദ്ധത്തിലെ നേരിട്ടുള്ള ഇടപെടലായാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യൻ സർക്കാരിന്റെ പറക്കുന്ന കമാൻഡ് പോസ്റ്റ് എന്നറിയപ്പെടുന്ന ടൂപോളാവ് Tu-214 PU വിമാനമാണ് ടെഹ്റാനിൽ എത്തിയിരിക്കുന്നത്. ആണവാക്രമണം പോലുള്ള അതീവ ഗുരുതരമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ശത്രുക്കളുടെ ഭീഷണികളെ മറികടന്ന് ആകാശത്തിരുന്നുകൊണ്ട് സൈന്യത്തെയും രാജ്യത്തെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ സംവിധാനങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും ഈ വിമാനത്തിലുണ്ട്. റഷ്യൻ പ്രസിഡന്റിന്റെ സ്പെഷ്യൽ ഫ്ലൈറ്റ് സ്ക്വാഡ്രൺ നിയന്ത്രിക്കുന്ന ഈ വിമാനം ഇറാനിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല സൈനിക സാങ്കേതിക സഹകരണത്തിന്റെയും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കലിന്റെയും ഭാഗമായിട്ടാണ്. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്കുള്ള റഷ്യയുടെ മറുപടിയായും ഇത് വിലയിരുത്തപ്പെടുന്നു. ഇറാന്റെ ബുഷഹർ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നും ഉടനടി സൈനിക നീക്കങ്ങൾ നിർത്തണമെന്നും റഷ്യ ആവശ്യപ്പെടുന്നുണ്ട്. ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ നിശ്ചയിച്ചിരുന്ന ഒരു മാസത്തെ സമയപരിധിക്ക് പോലും US ക്ഷമ കാണിച്ചില്ലെന്നും റഷ്യ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ ഇറാന് മേൽക്കൈ ഉണ്ടായിരുന്ന ചെലവ് കുറഞ്ഞ സൂയിസൈഡ് ഡ്രോൺ സാങ്കേതിക വിദ്യ ഇത്തവണ അമേരിക്കയും വലിയ തോതിൽ പ്രയോഗിച്ചു. പോർ വിമാനങ്ങൾക്കും പടക്കപ്പലുകൾക്കും പുറമെ കരയിലും കടലിലും സൂയിസൈഡ് ഡ്രോണുകൾ വിന്യസിച്ചതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാന്റെ ഖേഷം, സിരിക്, ജസക്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിലെ മിസൈൽ റഡാർ കേന്ദ്രങ്ങളും സ്പീഡ് ബോട്ടുകളും US തകർത്തു. ഇതിന് പകരമായി കുവൈറ്റിലെ അമേരിക്കയുടെ ഹിമാസ് മിസൈൽ താവളം തങ്ങൾ സമ്പൂർണ്ണമായി തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു. കൂടാതെ ജോർദാനിലെ US ആയുധ ഡിപ്പോയും ഇന്ധന സംഭരണികളും ബഹ്റൈനിലെ ഡ്രോൺ കമാൻഡ് സെന്ററും ഹെലികോപ്റ്റർ പരിപാലന കേന്ദ്രവും ഇറാൻ ആക്രമിച്ചു. ബന്ദർ അബ്ബാസിൽ വെച്ച് അമേരിക്കയുടെ അത്യാധുനിക ലൂക്കസ് ഡ്രോൺ തകർത്തതായും ഒമാനുമായി ചേർന്ന് ഹോർമോസ് കടലിടുക്ക് കൈകാര്യം ചെയ്യാനുള്ള അമേരിക്കൻ നീക്കം തടഞ്ഞതായും ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നിഷേധിക്കുകയും ചെയ്തു. ഇരുവിഭാഗവും തമ്മിലുള്ള പോർവിളികളും ഭരണാധികാരികൾക്ക് നേരെയുള്ള വധഭീഷണികളും ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. തനിക്കെതിരെ വധശ്രമമുണ്ടായാൽ ഇറാനിലേക്ക് അയക്കാൻ 1000 മിസൈലുകൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനും കടുത്ത നിലപാടുമായി രംഗത്ത് വന്നു. ഇറാൻ പരമോന്നത നേതാവിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ അതിശക്തമായ തിരിച്ചടി നൽകാനുള്ള പ്രത്യേക പ്രതിരോധ സംവിധാനം മുൻകൂട്ടി ഒരുക്കണമെന്ന് ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിനോട് വിദേശകാര്യ സഹമന്ത്രി ആവശ്യപ്പെട്ടു. കൂടാതെ ഇറാനെതിരെയുള്ള നിലപാടുകളിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അന്തരിച്ച US സെനറ്റർ ലിൻസി ഗ്രാമിന്റെ മരണത്തെ ആസ്പദമാക്കി ഇറാനിയൻ മാധ്യമങ്ങൾ കടുത്ത പരാമർശങ്ങളാണ് നടത്തുന്നത്.